Good afternoon. Okay, good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഓക്കെ ഓക്കെ. ഇല്ല കഴിച്ചില്ല. എന്ത് പറ്റി? ഓക്കെ കഴിച്ചു. ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ തുടങ്ങാം നമുക്കെന്നാ. ഞാൻ നാട്ടിലില്ല. സാന്ദ്ര നാട്ടിലില്ല. പിന്നെ എവിടെ പോയി സാന്ദ്ര? പുറത്തെവിടെയെങ്കിലും ആണോ? ദുബായിലാണോ? ഓ ഓക്കെ. അത് ശരി. ഇപ്പൊ ദുബായിലാണോ ഇപ്പൊ ഇരിക്കുന്നത്? ഓക്കെ ഓക്കെ. ശരി. ആ ഓക്കെ. സാന്ദ്ര ഹസ്ബൻഡിന്റെ കൂടെ വന്നതായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ശരി. തുടങ്ങാം. എന്നാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും പെട്ടെന്ന് തന്നെ കയറാൻ നോക്കുക. ഓക്കെ ശ്രീലക്ഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് എവിടെ വരെ പറഞ്ഞു നിർത്തി? അതായത് പറഞ്ഞു സുഷ. ഒരു കാര്യം പിന്നെ എക്സാം ദിവസം വന്നില്ലേ, അപ്പൊ ഓരോരോ ബാച്ചിനെല്ലാം ഒരു ദിവസം ഒരു എക്സാം അല്ലേ ഉള്ളൂ. ഇത് 2 എക്സാം ഉണ്ടല്ലോ ഒരു ദിവസം തന്നെ. ഒരു ദിവസം തന്നെ. അത് മോഡൽ എക്സാം ആണ് കേട്ടോ. മോഡൽ എക്സാം ആണ് ഒരു ദിവസം വരണേന്ന് തോന്നുന്നു. നോക്കിയില്ല അത്. ഓക്കെ മാം. നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ സുഷ. ഓക്കെ മാം. ഓക്കെ. മോഡൽ എക്സാം ആണെന്ന് തോന്നുന്നു. ഒറ്റ ദിവസമാണ് വരുന്നത്. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ സുഷാത്ത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം കേട്ടോ. ഓക്കെ. മോഡൽ എക്സാം ആണെന്നല്ലേ. നീല എക്സാമും അങ്ങനെ തന്നെയാണോ? ഓക്കെ ഓക്കെ. നോക്കിയിട്ട് പറയാം കേട്ടോ. ശരി. ഞാനത് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല അത്. നോക്കിയിട്ട് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് മെയിൻ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഓക്കെ ഓക്കെ. ഓക്കെ സുഷ. തുടങ്ങാം കേട്ടോ. നമുക്ക് ക്ലാസ് എടുക്കാം നമുക്ക്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫയലിംഗ് ആൻഡ് സ്റ്റോറേജ് മെത്തേഡിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? അതിനകത്ത് 5 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? 5 ടൈപ്പ്. 5 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എന്താണ്? സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. രണ്ടാമത്തേത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. മൂന്നാമത്തേത് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് സിസ്റ്റം. നാലാമത്തേത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. അഞ്ചാമത്തേത് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. അങ്ങനെ 5 ടൈപ്പാണ്. അതിനകത്ത് 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. രോഗിയുടെ സന്ദർശനത്തിന്റെ ഓരോ സന്ദർഭത്തിലും അവർക്ക് എന്ത് കൊടുക്കാണ്? ഒരു പുതിയ നമ്പർ കൊടുക്കുകയാണ് അല്ലെ? ആ ഓരോ പുതിയ നമ്പറിനനുസരിച്ച് എന്താണ്? ഒരു പുതിയ മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു 3 പ്രാവശ്യം രോഗി കാണുന്നുണ്ടെങ്കിൽ അത്രയും പ്രാവശ്യം അവർക്ക് ഒരു 3 പ്രാവശ്യം അവർക്ക് പുതിയ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അതായിരുന്നു സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം. അപ്പൊ അവിടെ രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ ഫയല് രേഖപ്പെടുത്തി വെക്കുന്നത് അല്ലെ? ഓക്കെ. അതായിരുന്നു സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. രണ്ടാമത്തത് എന്താണ്? യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യൂണിറ്റ് നമ്പറിംഗ് ആണ് അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അഡ്മിഷന്റെ സമയത്ത് അല്ലെങ്കിൽ എന്താ പറയാ, രോഗി ആദ്യത്തെ ഒരു വിസിറ്റിംഗ് ടൈം അല്ലെ, സന്ദർശന സമയത്ത് അവർക്ക് ഒരേ ഒരു നമ്പർ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു യൂണിറ്റ് അല്ലെ, സിംഗിൾ യൂണിറ്റ് നമ്പർ ആയിരിക്കും. അതെ, ആദ്യ പ്രവേശനത്തിൽ ഒരു സിംഗിൾ യൂണിറ്റ് നമ്പർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ആ ഒരു നമ്പറിനനുസരിച്ച് എന്താണ്? ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നീട് തുടർന്നുള്ള ചികിത്സയിലും പരിചരണത്തിലും ആ ഒരു നമ്പർ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക അല്ലെ? അതാണ് യൂണിറ്റ് നമ്പറിങ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റും അല്ലെ? യൂണിറ്റ് നമ്പറിങ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ഒറ്റ ഫോൾഡറിൽ ഒറ്റ നമ്പറിന്റെ കീഴിൽ
ഒറ്റ ഫയലായിട്ടായിരിക്കും അവിടെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞത് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ് അല്ലെ. സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ്. സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കോൺസിക്യൂട്ടീവ് ആയിട്ട് അല്ലെ, തുടർച്ചയായിട്ട് അക്കമിട്ട രീതിയിലാണ് അവിടെ ഫയലുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അല്ലെ. പിന്നെ മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, മെഡിക്കൽ റെക്കോർഡ് നമ്പറിന്റെ ക്രോണോളജിക്കൽ ഓർഡറിനനുസരിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫയൽ ചെയ്ത് വെക്കുന്നത്. മനസ്സിലായല്ലോ, മെഡിക്കൽ റെക്കോർഡ് നമ്പറിന്റെ ക്രോണോളജിക്കൽ ഓർഡർ, ആ ഒരു ഓർഡറിനനുസരിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫയലുകൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് സിസ്റ്റം. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടെ പറയാനുണ്ട് കേട്ടോ. എന്താണ് നാലാമത്തെ, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ് കേട്ടോ. എന്താണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്? എന്താണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്? ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഇസ് എ സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ് ആണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് അല്ലെ, നമുക്കറിയാം ഡോക്യുമെന്റ്സുകളെല്ലാം തന്നെ അതെ സുഷ കറക്റ്റ് ആണ്. സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ് ആണ്. ഡിജിറ്റൽ ഡോക്യുമെന്റ്സുകളൊക്കെ നമുക്ക് എന്താ പറയാ ഫയൽ ചെയ്ത് അല്ലെ, ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നതിൽ ഫയൽ ചെയ്യുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാക്ട് ഫയലിംഗ് മെത്തേഡ് ആണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ചിലപ്പോൾ ചോദിക്കാം ഡാഷ് ഫയലിംഗ് ഈസ് എ സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ് കേട്ടോ. ദിസ് ഇസ് സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ്. ഇനി നോക്കാം എങ്ങനെയാണ് ഈ രീതി. യൂഷ്വലി a 6-digit number is used and divided with a hyphen into 3 parts. Each part generally containing 2 digits. അപ്പൊ എങ്ങനെയാണ് നോക്കൂ, താഴെ നോക്കുക കേട്ടോ. ഒരു എക്സാമ്പിൾ കണ്ട പെട്ടെന്ന് മനസ്സിലാവും. ഒരു 6 അക്ക നമ്പർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടോ. 6 അക്ക നമ്പർ ആണ് 1 2 3 4 5 6. ഒരു 6 അക്ക നമ്പറിനെ നമ്മൾ എന്താണ് ഒരു ഹൈഫൺ ഉപയോഗിച്ചുകൊണ്ട് 3 ഭാഗങ്ങളാക്കിയാണ് അല്ലെ. അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്. 6 അക്ക നമ്പർ ആണ്, അതിനെ നമ്മൾ ഇടയിൽ ഒരു ഹൈഫൺ വെച്ചുകൊണ്ട് 3 ഭാഗങ്ങളാക്കി മാറ്റണം. ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം അല്ലെ. അങ്ങനെ 3 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അതിന് ഓരോ ഭാഗത്തിനും എന്താണ് 2 ഡിജിറ്റ് വീതം ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആദ്യത്തെ ഭാഗത്തിൽ 2 ഡിജിറ്റ് ഉണ്ട്, രണ്ടാമത്തെ ഭാഗത്തിന് 2, മൂന്നാമത്തെ ഭാഗത്തിനും 2 ഡിജിറ്റ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യൂഷ്വലി a 6-digit number is used and divided with a hyphen into 3 parts, each part generally containing 2 digits. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? 6 അക്ക നമ്പറിനെ ഹൈഫൺ ഉപയോഗിച്ച് 3 ഭാഗമാക്കുന്നു. അതിൽ ഓരോ ഭാഗത്തിലും എന്താണ് 2 അക്കങ്ങൾ വീതം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് കേട്ടോ. അധികം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കാം. The primary digits are the last 2 digits on the right hand side of the number. ശ്രദ്ധിക്കാം കേട്ടോ. അതായത് ഇതൊരു നമ്പർ ആണ്. ഈ ഒരു നമ്പറിന്റെ റൈറ്റ് സൈഡിലുള്ളത്, വലത് സൈഡിൽ അല്ലെ, വലത്തെ അറ്റത്ത് കിടക്കുന്ന ആ 2 ഡിജിറ്റുകൾ ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചല്ലോ. അതായത് ഈ ഒരു നമ്പറിന്റെ വലത് വശത്തുള്ള അവസാന 2 അക്കങ്ങൾ ഉണ്ടല്ലോ, അവസാനത്തെ ഭാഗം, അതിൽ 2 അക്കങ്ങൾ ഉണ്ടല്ലോ, അവരെയാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. The primary digits are the last 2 digits on the right hand side of the number. ആദ്യത്തേൽ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6, ആ 5 6 എന്നുള്ളതാണ് എന്ത് അവിടുത്തെ പ്രൈമറി ഡിജിറ്റ്. രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിലും 5 6 അവസാനത്തെ അല്ലെ, അതാണ് പ്രൈമറി ഡിജിറ്റ്. എല്ലാത്തിലും അത് സെയിം ആണ് അല്ലെ, അതാണ് അവിടുത്തെ പ്രൈമറി ഡിജിറ്റ് കേട്ടോ. ഇനി നോക്കൂ, സെക്കൻഡറി ഡിജിറ്റ്സ് ആണ് ദ മിഡിൽ ഡിജിറ്റ്. ഇനി നടുക്കുള്ള ഡിജിറ്റ് ആണ് എന്ത് സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്. നടുക്കുള്ള ഡിജിറ്റ് ആണ് സെക്കൻഡറി ഡിജിറ്റ്. 3 4 അല്ലെ, എല്ലാത്തിലും ഉണ്ട് 3 4 ആണ്. പിന്നെ ലാസ്റ്റ് എന്താണ് ടെർഷ്യറി ഡിജിറ്റ്സ് ആണ് ദ ഫസ്റ്റ് ടോയ് അല്ല കേട്ടോ. ഫസ്റ്റ് എന്താ പറയാ 2 എന്നാണ് കേട്ടോ. 2 2 TW ആണ്, ടോ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. തിരുത്തുക കേട്ടോ, ടോ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. TWO2 ഉണ്ടല്ലോ, അതാണ് കേട്ടോ. The first 2 on the left side of the number കേട്ടോ. അപ്പൊ ഇതിൽ ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതെ ചോദി കറക്റ്റ് 12 അല്ലെ. 1 2 ഇവിടെയാണെങ്കിൽ 1 3 1 4 1 5. ഓക്കെ, അപ്പൊ ഏത് ഓർഡറിലൊക്കെ എടുക്കണേന്ന് നോക്കിയേ. ഇവിടെ ഇങ്ങോട്ട് വായിക്കണമെങ്കിൽ ഏത് ഓർഡറിലാണ്? TSP ഓർഡറിലാണ് കിടക്കുന്നത്. അങ്ങനെ ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. TSP എന്ന് എഴുതിയാൽ മതി. ഇതിന്റെയാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ ഒരു നമ്പർ നിങ്ങൾ എഴുതി വെക്കാം. എന്നിട്ട് ആദ്യത്തെ ഡിജിറ്റിന്റെ മുകളിൽ T ഇടുക,
രണ്ടാമത്തെ ആ രണ്ടക്ക നമ്പറിന്റെ മുകളിൽ എസ് എന്നിട, അവസാന രണ്ടക്കത്തിന്റെ മുകളിലായിട്ട് പി എന്നിട. ആ ഓർഡർ പെട്ടെന്ന് കിട്ടാനാണ് TSP, ടെർഷ്യറി, സെക്കൻഡറി, അതുപോലെ ഏറ്റവും അറ്റത്തുള്ള റൈറ്റ് സൈഡിലുള്ളത് പ്രൈമറി. TSP ഓർഡറിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ ഡിജിറ്റൽ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഏത് ഓർഡറിലാണ്? TSP എന്നുള്ള ഓർഡറിലാണ്. അതായത് ആദ്യത്തെ വരുന്നത് ഞാൻ പറഞ്ഞ ലെഫ്റ്റ് ടു റൈറ്റിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിലാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ T ആണ്, ടെർഷ്യറി ഡിജിറ്റ് ആണ്. നടുക്കുള്ളത് ഏതാണ്? സെക്കൻഡറി ഡിജിറ്റ് ആണ്, S. ഓക്കെ. പിന്നെ ഏറ്റവും അവസാനം മീൻസ് റൈറ്റിലുള്ളത് പ്രൈമറി ഡിജിറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ TSP എന്ന് പറയുന്ന ആ ഓർഡർ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് എന്താണ്? ഇൻ ദ ഫയൽ ദ സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ് ആൾട്ടേഴ്സ് വിത്ത് എവരി റെക്കോർഡ്. ഇനി നോക്കാം, ഈ ഫയലിനകത്ത് സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗത്ത് കിടക്കുന്ന ഡിജിറ്റ് ആണ് നമുക്കറിയാം അല്ലെ? TSP ആദ്യത്തെ ഡിജിറ്റുകളാണ് ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ആ ടെർഷ്യറി ഡിജിറ്റിന്റെ രണ്ടാമത്തെ നമ്പർ ആണ് ഓരോ റെക്കോർഡിലും ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, ആദ്യത്തെ നോക്കിയേ 1 2 അല്ലെ? 1 2 ആണ് ടെർഷ്യറി ഡിജിറ്റിന്റെ സെക്കൻഡ് നമ്പർ. ഇതാണ് ടെർഷ്യറി ഡിജിറ്റ്, അതിന്റെ സെക്കൻഡ് നമ്പർ 2 ആണ്. ഇങ്ങോട്ട് വന്നപ്പോ 1 3 ആയി അല്ലെ? രണ്ടാമത്തെ അക്കമായി 3 അല്ലെ? 3 ആയി. ഇവിടെ വന്നപ്പോ രണ്ടാമത്തെ അക്കം മാറി 4 ആയി അല്ലെ? 1 4 ആയി. ഇവിടെ വന്നപ്പോ രണ്ടാമത്തെ അക്കം 5 ആയി മാറി അല്ലെ? അപ്പൊ അതാണ് അവിടെ പറയുന്നത് ഇൻ ദ ഫയൽ ദ സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ് നമ്പർ ആൾട്ടേഴ്സ് ഇൻ എവരി റെക്കോർഡ് കേട്ടോ. ഓരോ റെക്കോർഡിനനുസരിച്ച് ആ ടെർഷ്യറി ഡിജിറ്റില് രണ്ടാമത്തെ അക്കമാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെച്ചിട്ട് കൂടുതൽ ഡീപ്പായിട്ടൊന്നും അതിനകത്ത് അറിയാനില്ല കേട്ടോ. അപ്പൊ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാക്ട് ഫയലിംഗ് മെത്തേഡ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അവിടെ ഒരു 6 അക്ക നമ്പർ ആണ് ഉപയോഗിക്കുന്നത്. അതിനെ ഹൈഫൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 3 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുന്നു. ഓരോ ഭാഗത്തിലും 2 അക്കങ്ങൾ വീതം ഉണ്ടായിരിക്കും. ഓക്കെ, അതില് ആദ്യത്തെ അക്കങ്ങൾ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ അക്കങ്ങളാണ് ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നത്. നടുക്ക് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് എന്ത്? സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇനി ആ നമ്പറിന്റെ ഏറ്റവും വലത് സൈഡിലുള്ള അവസാന 2 അക്കങ്ങൾ ഉണ്ടല്ലോ, അതാണ് പ്രൈമറി ഡിജിറ്റ്. അതാണ് ഞാൻ ഓർക്കാൻ പറഞ്ഞത് TSP എന്ന് പറഞ്ഞാൽ മതി. ഇനി ഓരോ റെക്കോർഡിലും ടെർഷ്യറി ഡിജിറ്റിന്റെ, അതായത് ആദ്യം കിടക്കുന്ന 2 നമ്പർ ആണല്ലോ ടെർഷ്യറി ഡിജിറ്റ്, അതിന്റെ രണ്ടാമത്തെ നമ്പർ ആണ് ഓരോ റെക്കോർഡിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ, മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ക്ലിയർ ആയല്ലോ? അടുത്ത നമുക്ക് നോക്കാം മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആണ് കേട്ടോ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് എന്താണ് അതിനകത്ത് പറയുന്നത്? ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. നമ്മളിപ്പോ പറഞ്ഞ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്തെന്ന് പറയുന്നത്? മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഓക്കെ, അതിന്റെ പോലെ തന്നെയാണ്, കുറെ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ അതിന്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് വ്യത്യാസമുണ്ട് കേട്ടോ. നോക്കുക, ഹിയർ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഡിജിറ്റ്സ് ആർ ഇൻ ഡിഫറെന്റ് പൊസിഷൻ. എന്തുകൊണ്ടാണ് ഈ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയാൻ കാരണം, ഇതിലും അതുപോലെ തന്നെ 6 അക്ക നമ്പർ ആണ്. ഹൈഫൺ ഉപയോഗിച്ച് 3 ഭാഗങ്ങളും ആക്കിയിട്ടുണ്ട്. ഓരോ ഭാഗത്തിലും 2 അക്കങ്ങൾ വീതമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടെർമിനൽ ഡിജിറ്റുമായിട്ട് ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. അതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്താണ് വ്യത്യാസം? ഹിയർ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഡിജിറ്റ്സ് ആർ ഇൻ ഡിഫറെന്റ് പൊസിഷൻ അല്ലെ? ആ TSP എന്നുള്ള ഓർഡറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗില് മിഡിൽ പാർട്സ് ഓഫ് ദ ഡിജിറ്റ്സ് ആർ ദ പ്രൈമറി ഡിജിറ്റ്. ഓക്കെ, മിഡിൽ പാർട്ട് ഉണ്ടല്ലോ, നടുക്ക് കിടക്കുന്ന 2 അക്കങ്ങൾ, അതാണ് ഇവിടെ എന്ത്? പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതന്നെ 60, അതാണ് പ്രൈമറി ഡിജിറ്റ്. മറ്റോടത് എന്തായിരുന്നു? TSP ഓർഡറിലാണ്. ഇവിടെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോ മിഡിൽ പാർട്ട് ഓഫ് ദ ഡിജിറ്റ് ആണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ഡിജിറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, അതായത് ഏറ്റവും ഇടതുവശത്തുള്ളത് ഇവിടെയാണെങ്കിൽ 46, അതാണ് എന്ത്? സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിജിറ്റ്സ് ഓൺ ദ റൈറ്റ് ആർ ദ ടെർഷ്യറി ഡിജിറ്റ്സ്. അതെ സുഷി, കറക്റ്റ് ആണ്. 46 ആണ് ഇവിടുത്തെ സെക്കൻഡറി ഡിജിറ്റ് കേട്ടോ. അതേസമയം ടെർഷ്യറി ഡിജിറ്റ് ഏതാണെന്ന് പറയുന്നത്? ഡിജിറ്റ്സ് ഓൺ ദ നൈറ്റ് അല്ല കേട്ടോ, റൈറ്റ് ആണ്. നൈറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, അപ്പൊ ഒന്ന് തിരുത്തുക കേട്ടോ. ഡിജിറ്റ്സ് ഓൺ ദ റൈറ്റ് എന്നാണ്, നൈറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദാറ്റ് ആർ ദ ടെർഷ്യറി ഡിജിറ്റ് കേട്ടോ. അത് തന്നെയാണ് ഇവിടെ ടെർഷ്യറി ഡിജിറ്റ്. അപ്പൊ ഇവിടുത്തെ ഓർഡർ എങ്ങനെയാണ്? SPT എന്നുള്ള ഓർഡർ ആണ് കേട്ടോ. SPT ആദ്യം കിടക്കുന്നത് സെക്കൻഡറി ഡിജിറ്റ്,
പിന്നെ കിടക്കുന്നത് പ്രൈമറി ഡിജിറ്റ്, ഏറ്റവും ഒടുവിൽ കിടക്കുന്നത് ടെർഷ്യറി ഡിജിറ്റ്. മറ്റോടത്തെ ഏതായിരുന്നു? TSP ട്ടാ. അവിടെ TSP ഇത് മറ്റേ ടെർമിനൽ ഡിജിറ്റ് ഫൈനലി TSP. ടിയിലാണ് ടെർമിനൽ ആണല്ലോ, അപ്പൊ ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. TSP. ഓക്കെ. അതേസമയം മിഡിൽ ഡിജിറ്റ് ഫൈനലിൽ വരുമ്പോൾ SPT കേട്ടോ. SPT എന്നുള്ള ഓർഡറിലാണ് കിടക്കുന്നത്. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയില് ആ ഒരു എന്താ പറയാ ടെർമിനൽ ഡിജിറ്റ് ഫൈലിംഗിന് എക്സാമ്പിൾ ഏതാണ്? അപ്പൊ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ഒരു കോഡ് പോലത്തെ SPT അല്ലെങ്കിൽ TSP PST എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഏതാണെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഒരു മിഡിൽ ഡിജിറ്റ് ഫൈലിംഗില് സെക്കൻഡറി ഡിജിറ്റ് ഏതാണ്, അല്ലെങ്കിൽ ടെർഷ്യറി ഡിജിറ്റ് ഏതാണ്, പ്രൈമറി ഡിജിറ്റ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടും ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ മനസ്സിൽ ഈ കോഡ് ഓർത്താൽ മതി. ടെർമിനൽ ആകുമ്പോൾ TSP ആണ്, മിഡിൽ ഡിജിറ്റ് ആവുമ്പോൾ SPT ആണ്. ഓക്കെ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അല്ലേ? ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ്? ഫയലിംഗ് ആൻഡ് സ്റ്റോറേജിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ആ ഭാഗവും നമ്മുടെ കഴിയാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡിന്റെ അപ്പൊ 5 കാര്യങ്ങളാണ്, 5 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം, പിന്നെ സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് സിസ്റ്റം, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് സിസ്റ്റം, ഏറ്റവും ഒടുവില് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് സിസ്റ്റം. ഓക്കെ. ക്ലിയർ ആയല്ലോ? അടുത്തത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫോർമാറ്റിനെ പറ്റിയാണ്. എന്താണ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ? എന്തായിരിക്കും ഫോർമാറ്റ്? നമ്മൾ ചില ബയോഡാറ്റ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് കൊടുക്കുക അല്ലെ? അങ്ങനെയല്ല. ഇപ്പൊ ചില പ്രത്യേക രീതിയിലാണ് നമ്മൾ കൊടുക്കുക. എല്ലാ ഫോർമാറ്റും ഒരുപോലെ നമ്മൾ പറഞ്ഞില്ല, ചില സ്ഥലത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫോർമാറ്റിൽ വേണം അവിടെ കൊടുക്കാൻ, അതായത് ആ ഒരു രീതിയിൽ. എന്നതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുന്ന ഈ പറയുന്ന വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ വിവരങ്ങളുടെയും ആ ഒരു ഓർഗനൈസേഷൻ, അതിന്റെ എന്താ പറയുക ഒരു സ്ട്രക്ചർ, അതിന്റെ ഒരു ഘടന, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പ്രസന്റേഷൻ, അവതരണം എന്നൊക്കെ പറയാം. അത് തന്നെയാണ് എന്താണ് ഇവിടെ ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, രൂപരേഖ, സാധ്യത പറഞ്ഞ രൂപരേഖ. ഓക്കെ, കറക്റ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മളെ ബയോഡാറ്റ ഒക്കെ എടുക്കുമ്പോൾ പല പല ഫോർമാറ്റിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ? പല ഫോർമാറ്റിലായിരിക്കും. ചിലതിൽ ഫോട്ടോ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ആ ഒരു രീതിയിലുള്ള ഇതുണ്ടായിരിക്കും, മറ്റു ചിലയിടത്ത് ഫോട്ടോ ഉണ്ടാവില്ല. അങ്ങനെ ഓരോന്നിനും ഓരോ എന്താ പറയാ ഫോർമാറ്റ് ഉണ്ടല്ലോ. എന്നതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സിനകത്തുള്ള വിവരങ്ങളിലെ ആ ഒരു ഓർഗനൈസേഷൻ, അതിന്റെ ഒരു ഘടന, അതിന്റെ ഒരു പ്രസന്റേഷൻ, അതിനെയാണ് നമ്മുടെ ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് പല ടൈപ്പ് ഓഫ് ഫോർമാറ്റുകളാണ് പഠിക്കാനുള്ളത് കേട്ടോ. ടൈപ്സ് ഓഫ് ഫോർമാറ്റ് ഏതൊക്കെ ടൈപ്പാണ്? പ്രധാനമായിട്ടും 3 ടൈപ്പ് ഫോർമാറ്റുകളാണ് ഉള്ളത് കേട്ടോ. 3 ടൈപ്സ് ഓഫ് ഫോർമാറ്റ് ആണ് ഉള്ളത്. ഓക്കെ. ഒന്നാമത്തത് എന്താണെന്ന് അറിയാമോ? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ SOMR. ഇത് ഐ അല്ല കേട്ടോ, അവിടെ അതൊരു ബ്രാക്കറ്റ് ആക്കി വെക്കാം കേട്ടോ. ഒരു ഐ പോലെയാണ് അത് കാണുന്നത്, ഐ ഇല്ല, അവിടെ ബ്രാക്കറ്റ് ചെയ്യാം കേട്ടോ. നേരെ ഇരിക്കുന്ന സാധനത്തിനൊന്ന് വളച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഐ വെട്ടിട്ട് അതിന്റെ ഒരു ബ്രാക്കറ്റ് ഇട്ട് വെക്കാം. അപ്പൊ ആദ്യത്തെ എന്താണ്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ആണ് കേട്ടോ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ SOMR. അപ്പൊ നിങ്ങൾ SOMR എന്നാണ് തരുന്നത്. ചിലപ്പോൾ അതിന്റെ എക്സ്പാൻഷൻ ഫോം എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് അറിയണം അത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ആണ്. രണ്ടാമത്തെ എന്താണെന്ന് അറിയാമോ? POMR ആണ് കേട്ടോ. നമ്മൾ പഠിക്കുന്ന ഫോർമാറ്റ് ആണ്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണ് SOMR കേട്ടോ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. രണ്ടാമത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത് POMR ആണ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. മൂന്നാമത്തെയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. IMR അങ്ങനെ വേണ്ട, അത് എഴുതിയിട്ടില്ല, അങ്ങനെയല്ലേ പഠിച്ചോളൂ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഏതൊക്കെയാണ് 3 ടൈപ്പ് ഫോർമാറ്റ്? ഏതൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി. SOMR കേട്ടോ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. രണ്ടാമത്തത് POMR ആണ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. മൂന്നാമത്തത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അങ്ങനെ 3 ടൈപ്പ് ഫോർമാറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഓരോ ഫോർമാറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഈ ഒരു ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. എളുപ്പമാണ്, നമുക്ക് നോക്കാം ഓരോന്ന് എന്താണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പോയിന്റുകൾ പഠിച്ചു വെക്കാം. അപ്പൊ 3 ടൈപ്പ് ഫോർമാറ്റ് കേട്ടോ, SOMR, POMR, പിന്നെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇനി
ആദ്യത്തെ നമുക്കൊരു ഇതാണ്, അത്രയേ ഉള്ളൂ കേട്ടോ, 3 എണ്ണം നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചോളൂ, 1, 2, 3 എഴുതിക്കോളൂ. കാരണം ഇവിടെ ചെറിയൊരു ഓർഡർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തെ 3 എണ്ണം 1, 2, 3 എഴുതി വെച്ചോളൂ. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഫോർമാറ്റിൽ നിന്ന് മനസ്സിലാവും. ഇനി ഇതിന്റെയൊക്കെ പ്രത്യേകതകളാണ് താഴെ ഇങ്ങനെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരാം. അത് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇത് വായിക്കുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാവും കേട്ടോ. വായിച്ച് പറയുന്നതിനേക്കാളും നല്ലത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, എന്നിട്ട് വായിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ ഏത് ഫോർമാറ്റാ പറഞ്ഞത്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സോഴ്സ് ഓറിയന്റഡ് ആണ് അല്ലെ. അതായത് ആ ഒരു ക്ലിനിക്കൽ ഡാറ്റയുടെ സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതും രേഖപ്പെടുത്തുന്നത്. മനസ്സിലായോ? സോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ലാബ് എന്ന് പറയുമ്പോൾ അതൊരു സോഴ്സ് ആണ്. ഓക്കെ, ലബോറട്ടറി. അപ്പൊ ആ ഒരു ലാബിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത്. അപ്പൊ ലാബ് എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് കിട്ടുന്ന അത്തരം വിവരങ്ങൾ ലബോറട്ടറി ഡാറ്റകൾ ഒരു വിഭാഗം. ഓക്കെ, ഇനി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അത് വേറൊരു സോഴ്സ് ആണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അടങ്ങുന്ന അതൊരു ഗ്രൂപ്പായിട്ട് റേഡിയോളജി ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം. അതുപോലെ ഇപ്പൊ പറയുന്നത് ഇൻപേഷ്യന്റ് വാർഡ് ആണെങ്കിൽ ആ വാർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരുമിച്ചായിട്ട് അതൊരു ഗ്രൂപ്പായിട്ട്. ഓക്കെ, അപ്പൊ അവിടെ എന്താ പറയുക, വാർഡാണ് അവിടുത്തെ സോഴ്സ്. അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ഒരു സോഴ്സ് ആണെങ്കിൽ ആ ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഒരുമിച്ചൊരു ഗ്രൂപ്പ്. ഓക്കെ, ഈ ലേബർ റൂം ആണെങ്കിൽ അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ദാറ്റ് മീൻസ് അതൊരു സോഴ്സ് ആണ്. ലേബർ റൂമിൽ നിന്ന് കിട്ടുന്ന ഡാറ്റകൾ അത് ഒരുമിച്ചായിട്ട് ഒരു ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അവിടെ അതാണ് ഞാൻ പറഞ്ഞത്, സോഴ്സ് ഓറിയന്റഡ് ആയിട്ട്. അതായത് ഏത് സോഴ്സിനനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പല വിഭാഗങ്ങളായിട്ട് അവിടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന രീതി. അതാണ് SOMR, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. പേരിൽ അങ്ങനെയല്ലേ പറയുന്നത്, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അത്രേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തത് POMR ആണ് നമ്മൾ പറഞ്ഞത്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ആ പേരിൽ തന്നെ പറയുന്നുണ്ട് പ്രോബ്ലം ഓറിയന്റഡ് ആണ് എന്ന് പറഞ്ഞാല് പ്രശ്നങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവരങ്ങളെ എന്താ പറയുക ഓർഗനൈസ് ചെയ്ത് രേഖപ്പെടുത്തുന്ന രീതിയാണ്. അതായത് ഒരു രോഗിയുടെ പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് അല്ലെ അവരുടെ രോഗത്തെ പറ്റിയുള്ള ആശയങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഓറിയന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് വിവരങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് രേഖപ്പെടുത്തുന്ന രീതിയിലെയാണ് നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സംയോജിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ, സംയോജിപ്പിക്കുക. അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രോബ്ലത്തിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഴ്സിനെയോ അതിലൊന്നിനും ബേസ് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ്, കിട്ടുന്ന വിവരങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് എന്ത് ചെയ്യാണ്, ഒരുമിച്ച് അങ്ങനെ ഗ്യാദർ ചെയ്യാണ്, സംയോജിപ്പിക്കുകയാണ്, ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അവിടെ ഇങ്ങനെ സെക്ഷൻ വൈസോ സോഴ്സിനെ ബേസ് ചെയ്തോ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തോ ഒന്നും അല്ല, അല്ലെങ്കിൽ വല്ല ഡേറ്റിലോ മറ്റേതെങ്കിലും എന്താ പറയാ തീയതിനെയോ വിഭാഗത്തിന് തിരിച്ചിട്ടല്ല അവിടെ ചെയ്യുന്നത്. പകരം എന്താണ്, കിട്ടുന്ന വിവരങ്ങളെല്ലാം ഒരുമിച്ച് ഗ്യാദർ ചെയ്യാണ്, സംയോജിക്കുക. അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അത്രയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ക്ലിയർ ആണോ? എന്നോട് പറയണോ ഞാൻ? മനസ്സിലായല്ലോ. സോഴ്സ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ സോഴ്സിനെ ബേസ് ചെയ്ത് ലാബിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങള് അതൊരു വിഭാഗം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നതാണ് അവിടുത്തെ സോഴ്സ്, അതിനനുസരിച്ചുള്ള ഒരു വിഭാഗം. ലേബർ റൂം ആണെങ്കിൽ ലേബർ റൂമിൽ കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ടാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ആ സോഴ്സിനെ ബേസ് ചെയ്തുണ്ടായത്, അതുകൊണ്ടാണ് സോഴ്സ് ഓറിയന്റഡ് എന്ന് പേര് വരാൻ കാരണം. രണ്ടാമത്തത് പ്രോബ്ലം ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ ആ രോഗിയുടെ പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശങ്കകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യും രേഖപ്പെടുത്തുന്ന രീതിയാണ് കേട്ടോ പ്രോബ്ലം ഓറിയന്റഡ്. ഇനി ഇതിന് രണ്ടിലും പെടാത്ത ആളാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അവിടെ അതൊന്നുമില്ല, കിട്ടുന്ന വിവരങ്ങളെല്ലാം അതിപ്പോ ലാബ് റിസൾട്ട് ആയിക്കോട്ടെ, മറ്റേ എന്താ പറയുക റേഡിയോളജി ഡാറ്റ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഫിസിക്കൽ എക്സാമിനേഷൻ ഡാറ്റ ആയിക്കോട്ടെ, അതെല്ലാം കിട്ടുന്നതെല്ലാം എന്താണ് ഒരുമിച്ച് അങ്ങ് ഗ്യാദർ ചെയ്യാണ്. അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അത് തന്നെയാണ് കേട്ടോ അവിടെ പറയുന്നത്. ഇനി നമുക്ക് വായിക്കാം, പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഒന്നാമത്തെ നോക്കാം, മെഡിക്കൽ റെക്കോർഡ് നിങ്ങൾ പറയണം. ഈ പെക്യുലിയാരിറ്റീസ് കണ്ടിട്ട് നിങ്ങൾ പറയണം അത് SOMR ആണോ POMR ആണോ ഇന്റഗ്രേറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു നോക്കട്ടാ. ഒന്നാമത്തെ നോക്കുക, മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് in sections in accordance with the patient care departments which provide the care and the data. ഇതാണ് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് is arranged in sections
in accordance with the patient care departments which provide the care and the data. അതായത് രോഗിക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന ആ ഒരു പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റിന് അനുസരിച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങളായിട്ട് മെഡിക്കൽ റെക്കോർഡ് ഓർഗനൈസ് ചെയ്യുന്നു. ഏതായിരിക്കും അത്? അത് കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആണ് കേട്ടോ. ജ്യോതി, ഹാർദിക, സ്മിത, ശ്രീലക്ഷ്മി, റോസ്മി, സുഷ, ഡയാന, ജിസ്ന കറക്റ്റ് ആണ്. SOMR അല്ലെ? കാരണം പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ് ലേബർ റൂം അല്ലെങ്കിൽ ലബോറട്ടറി, റേഡിയോളജി അല്ലെ? അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ, SOMR എഴുതി വെച്ചോളൂ. ആദ്യത്തെ ഒരു സെന്റൻസിന്റെ നേരെ ഹൈഫൺ ഇട്ടിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം. SOMRന്റെ പ്രത്യേകതയാണ് ആ പറഞ്ഞത് കേട്ടോ. അതല്ലാണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് അവർ കൊടുത്തിട്ടില്ല, നിങ്ങൾ മൊത്തത്തിൽ ഒരുമിച്ചാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ ഏതിന്റെ ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ആദ്യത്തെ എഴുതി വെക്കാം കേട്ടോ. SOMRന്റെ ആണ് പ്രത്യേകത. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ്സ്. വിച്ച് ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണത്? SOMR ആണ്. അതുകൊണ്ട് ഹെൻസ് ദ നെയിം സോഴ്സ് ഓറിയന്റഡ് MR കേട്ടോ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിന്റെ മാത്രമാണ്. ഇനി നോക്കുക കേട്ടോ. ഇനി നിങ്ങൾ പഠിക്കുന്ന 4 പോയിന്റുകൾ അവിടെ പറയുന്നുണ്ട്. 4 പോയിന്റുകൾ. ഈ 4 പോയിന്റുകളും എന്തിന്റെ പ്രത്യേകതയാണെന്ന് ഞാൻ പറയുകയാണ്. IMR കേട്ടോ, അതായത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകതകളാണ് ഈ പറയുന്ന 4 എണ്ണം കേട്ടോ. ഈ പറയുന്ന 4 എണ്ണം ഇവിടെ ഒരു ഇതുപോലെ എഴുതിക്കോളൂ. ഇത് മുഴുവൻ ഈ പറഞ്ഞ അടുത്ത എല്ലാതും IMR അതായത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. അതവിടെ എഴുതി വെച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പോയിന്റ് നോക്കാം. Forms are organized in accordance with to date. അതാണ് forms are organized in accordance with to date. ഡേറ്റിനനുസരിച്ചുകൊണ്ട് ഫോംസുകൾ ഓർഗനൈസ് ചെയ്യുന്നു. ഏതാണെന്ന് അറിയാമോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ, ദാറ്റ് മീൻസ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിത്ത് ടു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോംസുകൾ ഓർഗനൈസ് ചെയ്ത് രേഖപ്പെടുത്തി വെക്കുന്നത് കേട്ടോ. ഇന്റഗ്രേറ്റഡ്, അതനുസരിച്ച് കറക്റ്റ് ആണ് കേട്ടോ. IMR എന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിച്ചോട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ അറ്റ് ദ നഴ്സസ് സ്റ്റേഷൻ. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാമോ റെക്കോർഡിൽ നമ്മൾ വിവരങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്? ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ, അതായത് റീസെന്റ് എൻട്രീസ് ഒക്കെ ഈ അടുത്തിടെ വരുന്ന കാര്യങ്ങള്, റീസെന്റ് ആയിട്ടുള്ള എൻട്രീസ്, ലേറ്റസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ്, മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെന്റ് എൻട്രീസുകളെല്ലാം ദാറ്റ് ഇസ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ്, മുകളിൽ വരും. അതേസമയം ഓൾഡർ എൻട്രീസ് ഉണ്ടല്ലോ, പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴയ വിവരങ്ങളും മറ്റും, ദാറ്റ് ഈസ് പ്ലേസ്ഡ് ബിഗർ, അത് ഏറ്റവും താഴെയായിട്ട്. മനസ്സിലായോ? അതാണ്. അപ്പൊ കറക്റ്റ് ശരിക്കും പറഞ്ഞൊരു ക്രോണോളജിക്കൽ ഓർഡർ പ്രകാരം വരും. ഏറ്റവും താഴെ ഇരിക്കുന്നത് പഴയ വിവരങ്ങളായിരിക്കും. ഓക്കെ, ഓൾഡർ ഇൻഫർമേഷൻസ് ആയിരിക്കും. അവിടുന്ന് മുകളിലേക്ക് വന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെന്റ് എൻട്രീസുകൾ എന്തായിരിക്കും? ടോപ്പിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് പറഞ്ഞത് കേട്ടോ. യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ അറ്റ് നഴ്സ് സ്റ്റേഷൻ. ഓക്കെ, നഴ്സ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നഴ്സുമാരും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ ഈ പറയുന്ന റെക്കോർഡ് അറേഞ്ച് ചെയ്യുന്നത് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ടോപ്പിൽ വരും, ഏറ്റവും ഓൾഡർ ഇൻഫർമേഷൻ താഴെയായിട്ട്, ആ രീതിയിൽ കേട്ടോ. സോ ദ മോസ്റ്റ് ഇൻഫർമേഷൻ ഈസ് അറ്റ് ദ ഫ്രണ്ട് and the oldest information is at the back of each section. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളും ഫ്രണ്ടിലായിരിക്കും. മോസ്റ്റ് ഇൻഫർമേഷൻ, ഏറ്റവും കൂടുതലുള്ള വിവരങ്ങൾ ഫ്രണ്ടിലും, ഏറ്റവും പഴയ വിവരങ്ങൾ ഓരോ സെക്ഷന് പുറകിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. പിന്നെ മാത്രമല്ല, റെക്കോർഡ് ഈസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്ഡ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ റെക്കോർഡിലെ വിവരങ്ങൾ എന്ത് ചെയ്യും? റീഓർഗനൈസ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഈ പറയുന്നതെല്ലാം തന്നെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകതയാണെന്ന് പറഞ്ഞു. ഇന്റഗ്രേറ്റഡ് ഞാൻ പറഞ്ഞു, പേര് സൂചിപ്പിക്കുന്ന പോലെ കിട്ടിയ വിവരങ്ങളെല്ലാം തന്നെ എന്താണ്? ഒരുമിച്ച് അങ്ങനെ ഗ്യാദർ ചെയ്യാണ്, സംയോജിപ്പിക്കുകയാണ്. അവിടെ ഒരു ഓർഗനൈസേഷൻ ഒന്നുമില്ല, കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നു. പക്ഷെ ഡിസ്ചാർജ് സമയത്ത് അവർ എന്ത് ചെയ്യും? ഈ റെക്കോർഡിനെ ഒന്ന് റീഓർഗനൈസ് ചെയ്യും. ഓക്കെ, റീഓർഗനൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റീഅറേഞ്ച്ഡ് ടു പ്രസന്റ് ദ ഇൻഫർമേഷൻ ദാറ്റ് എന്താ പറയാ ദ ഓർഡർ ദാറ്റ് ഇസ് ഒക്കേർഡ്. അത് ഒക്കർ ചെയ്തിട്ടുള്ള ആ നടന്ന ഓർഡറിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ അത് റീഓർഗനൈസ് ചെയ്യും.
എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള ആ ക്രമത്തില് ആ ഒരു എന്താ പറയുക ക്രോണോളജിക്കൽ ഓർഡറിൽ വിവരങ്ങൾ എന്ത് ചെയ്യാണ് റീഓർഗനൈസ് ചെയ്യാം. അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അഡ്മിഷൻ സമയത്ത് തൊട്ട് അവിടെ നിന്ന് അങ്ങനെ ഇതായിട്ട് അവസാനം ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങളുടെ ഒരു കറക്റ്റ് ഓർഡറിൽ നടന്ന ആ ഓരോ ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റെക്കോർഡ് വായിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ 4 പോയിന്റുകളും ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകതകളാണ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? മനസ്സിലാവുന്നില്ല? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും അറിയുന്നില്ലെങ്കിൽ പറയണോ കേട്ടോ. ശരി, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണ് IMRന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അടുത്തത് നോക്കുക കേട്ടോ. എന്താണ് ശ്രീലക്ഷ്മി 4ാമത്തെ പോയിന്റ് മനസ്സിലായില്ല അല്ലെ? അതായത് റെക്കോർഡ് ഈസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്ഡ്. നമ്മൾ ഡിസ്ചാർജ് സമയമാവില്ലേ, ഡിസ്ചാർജ് സമയത്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന റെക്കോർഡിലെ വിവരങ്ങള് റീഓർഗനൈസ് ചെയ്യും. റീഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ക്രോണോളജിക്കൽ ഓർഡറിൽ അത് കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് വെക്കുക. അതായത് അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള ആ കാര്യങ്ങളുണ്ടല്ലോ, അത് ഓരോ ഡേറ്റിലും നടന്ന കാര്യങ്ങള് അത് ആ കറക്റ്റ് ഡേറ്റിനനുസരിച്ച് ഇത് എന്ത് ചെയ്യും, റീഓർഗനൈസ് ചെയ്യും. അപ്പൊ നമുക്കത് വായിക്കുമ്പോൾ ഓരോ ദിവസത്തിൽ അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെ ഓരോ ദിവസത്തിൽ നടന്ന ആ ഒരു ട്രീറ്റ്മെന്റിന്റെ മറ്റുള്ള വിവരങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് കിട്ടുന്ന വിവരങ്ങളെല്ലാം അങ്ങനെ ഒരുമിച്ച് ഗ്യാദർ ചെയ്ത് വെച്ചേക്കാണല്ലോ. ഡിസ്ചാർജ് സമയത്ത് ഇത് നമ്മൾ റീഓർഗനൈസ് ചെയ്യും, കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്കത് വായിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? അതാണ് കേട്ടോ, റെക്കോർഡ് ഈസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്ഡ്. ക്ലിയർ ആയില്ലേ ശ്രീലക്ഷ്മിക്ക്? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് SOMR കേട്ടോ. അപ്പൊ നമുക്ക് 3 മനസ്സിലായിട്ടുണ്ട്. ഇനി ഓരോന്നിന്റെ അഡ്വാൻറ്റേജും എന്താണ് 5th അല്ലല്ല 5th പോയിന്റ് ഇല്ല മോളെ. 5th എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ 2 ഉണ്ടല്ലോ, അത് SOMR ആണ് കേട്ടോ. ആദ്യത്തെ 2 പോയിന്റ് ഇല്ലേ, ഈ ആദ്യത്തെ എന്ന് വെച്ചാൽ 1, 2, 3 3 ഫോർമാറ്റ്. അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ, അത് ആ പോയിന്റുകളിൽ ആദ്യത്തെ 2 SOMRന്റെ ആണ്, ബാക്കി 4 ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് അഡ്വാൻറ്റേജസ് ഓഫ്. ഇതിങ്ങനെ പ്രിന്റ് വന്നപ്പോ ഒരു ശരിയായ രീതിയിലല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. ആദ്യത്തെ നിങ്ങൾ ഈ പോയിന്റിന്റെ നേരെ 1, 2, 3 ഇട്ട് വെക്കാം. അത് 3 ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1, 2, 3 ബുള്ളറ്റ് വേണ്ട, 1, 2, 3 ആദ്യത്തെ എഴുതി വെക്കാം, ബാക്കിയുള്ളതാണ് പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് SOMR കേട്ടോ. SOMRന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്? SOMR നമുക്കറിയാലോ, സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് ഓർഗനൈസസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗെദർ, മേക്കിംഗ് ഇറ്റ് ഈസി ടു ഡിസൈഡ് ദ അസസ്മെന്റ്, ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ് ഇൻ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊമോട്ട്. അത് വേറൊന്നുമില്ല, നമ്മൾ സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓരോ സോഴ്സിൽ നിന്നും ഉള്ള വിവരങ്ങൾ നമ്മൾ അത്തരം റിപ്പോർട്ടുകൾ ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രത്യേക വിഭാഗങ്ങള് നടത്തിയിട്ടുള്ള അസസ്മെന്റുകളും ചികിത്സകളും അവരുടെ ഒബ്സർവേഷനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഡിസൈഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. പറഞ്ഞു മനസ്സിലായോ? അതായത് ഇപ്പൊ ലാബിൽ നിന്നുള്ള വിവരങ്ങൾ, ലാബ് എന്ന സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഒരുമിച്ചാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലാബ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആ ഒരു രോഗിയുടെ നടത്തിയിട്ടുള്ള അസസ്മെന്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ, ലാബ് സംബന്ധമായിട്ടുള്ള അസസ്മെന്റ്സും ട്രീറ്റ്മെന്റുകളും ഒബ്സർവേഷൻ നമുക്ക് ഒരുമിച്ച് കണ്ടത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ റേഡിയോളജി സംബന്ധമായിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള അസസ്മെന്റ്, ട്രീറ്റ്മെന്റ്, ഒബ്സർവേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓർഗനൈസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗെദർ. അതന്നെ ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ആലോചിക്കുക. അങ്ങനെ ചെയ്യുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാല് not possible to rapidly decide all of the patient's problems and treatments being given for the patient at a given time, as the data from the different departments are arranged in sections and not in accordance with the problems of the patient or integrated in time sequence. അതായത് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ പ്രോബ്ലം ബേസ് ചെയ്തിട്ടോ
അല്ലെങ്കിൽ നമ്മളൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്നും അല്ല എന്ത് ചെയ്യുന്നത്, വിവരങ്ങളെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെ. ജസ്റ്റ് നമ്മൾ സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവിടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു നിശ്ചിത സമയത്തുള്ള ആ രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായിട്ടുണ്ടല്ലോ പറഞ്ഞത്? അതായത് നമ്മളിപ്പോ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്നുമല്ല ഈ പറയുന്ന SOMRനകത്ത് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അവിടെ സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ രോഗിയുടെ എല്ലാവിധ പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ ലാബ് എന്ന് പറയുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ ലാബിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ അറിയാൻ പറ്റുന്നുള്ളൂ. ലാബ് ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. ചിലപ്പോൾ ആ രോഗിക്ക് സ്കാൻ ചെയ്തിട്ടുണ്ടാവും, മറ്റുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടില്ല അല്ലെ. കാര്യം അതിങ്ങനെ സെപ്പറേറ്റ് കിടക്കുന്നത് കൊണ്ട് ആ ഒരു രോഗിക്ക് ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. പക്ഷെ ലാബ് എടുക്കുമ്പോൾ ലാബിന്റെ മാത്രമുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അല്ലെ. ശരിയല്ലേ ഞാൻ പറഞ്ഞ? അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ ആണോ? മനസ്സിലായി. രോഗിക്ക് ക്ലിയർ ആയി, ബാക്കിയുള്ളവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയല്ലോ ഡിസഡ്വാൻറ്റേജ്. അത് ഓർത്ത് വെക്കാം കേട്ടോ. SOMR ആവുമ്പോൾ സോഴ്സിന് ബേസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സോഴ്സ് വൈസ്ഡ് ആയിട്ട് കറക്റ്റ് വിവരങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അതേസമയം എന്താണ്, ഒരു നിശ്ചിത സമയത്ത് രോഗിക്കുള്ള എല്ലാ പ്രോബ്ലംസിനെ പറ്റിയുള്ള ധാരണ നമുക്ക് ഒരിക്കലും ഇതിന് കിട്ടില്ല. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് കേട്ടോ. അത് തന്നെ സീറ്റ് കറക്റ്റ് ആണ്. എമർജൻസിയിൽ പറ്റില്ല. എമർജൻസി സിറ്റുവേഷൻ നമുക്ക് എല്ലാം മൊത്തത്തിൽ ഓൾ ഡീറ്റെയിൽസ് നമുക്ക് മൊത്തത്തിൽ കിട്ടണം. അങ്ങനെ നമുക്ക് കിട്ടില്ല കേട്ടോ. അത്രയേ. അടുത്ത നോക്കാം, POMR കേട്ടോ, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. എന്താണ് നോക്കാം. ഇത് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറൻസ് സെൽവീഡ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. POMR എന്ന് പറയുന്നത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോറൻസ് സെൽവീഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു മെത്തേഡ്, ഈ ഒരു ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ടു റിഫ്ലക്ട് ലോജിക്കൽ തിങ്കിങ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഫിസിഷ്യൻ കൺട്രോളിംഗ് ദ കെയർ ഓഫ് ദ പേഷ്യന്റ്. ഇത് വേറൊന്നുമല്ല പറയുന്നത്, അതായത് പേഷ്യന്റിന്റെ കെയർ കൺട്രോൾ ചെയ്യുന്ന, അവരെ പരിചരിക്കുന്ന ആ ഒരു ഡോക്ടറുടെ എന്താ പറയാ, ആ ഒരു യുക്തിസഹമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ധാരണയെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ് POMR എന്ന് പറയുന്നത്. അത് അങ്ങനെ ചിന്തിക്കേണ്ട. POMR എന്ന് വെച്ചാൽ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡാണ്. അവിടെ രോഗികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശങ്കകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. The physician explains and follows each clinical problem individually and organizes them for the solution. അപ്പൊ അവിടെ ഫിസിഷ്യൻ എന്ന് പറയുന്നത് പ്രോബ്ലം ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ അവിടെ ഫിസിഷ്യൻ എന്ത് ചെയ്യാണ്, വ്യക്തിഗതമായിട്ട്, അതായത് ഓരോ ക്ലിനിക്കൽ പ്രശ്നങ്ങളും വ്യക്തിഗതമായിട്ട് തന്നെ അവര് വിശദമാക്കിയിട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നു. പ്രോബ്ലം ഓറിയന്റഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ ക്ലിനിക്കൽ പ്രശ്നങ്ങളെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് ഫോളോ ചെയ്ത് അതിനെ മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, പഠിച്ചു വെക്കുക. POMR ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോറൻസ് സെൽവീഡ് ആണ്. അതുപോലെ അതിന്റെ പ്രത്യേകത ഇത്രയുള്ള പ്രോബ്ലംസിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവിടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പക്ഷെ POMRനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ബേസിക് പാർട്സ് ഓഫ് POMR കേട്ടോ. അതായത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പ്രധാനമായിട്ടും 4 ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് 4 പാർട്ടുകൾ? ജനറലി 4 പാർട്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. POMRനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. POMRന് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന് 4 പാർട്ടുകളാണുള്ളത്. ഒന്നാമത്തത് ഡാറ്റാബേസ് കേട്ടോ. രണ്ടാമത്തത് പ്രോബ്ലം ലിസ്റ്റ്. മൂന്നാമത്തത് ഇനീഷ്യൽ പ്ലാൻസ്. നാലാമത്തത് പ്രോഗ്രസ് നോട്ട്സ്. ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ ഡാറ്റാബേസ്, സെക്കൻഡ് വൺ പ്രോബ്ലം ലിസ്റ്റ്, തേർഡ് വൺ ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് ഫോർത്ത് വൺ പ്രോഗ്രസ് നോട്ട്സ്. ഇനി ഇവ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഡാറ്റാബേസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിക്കുക എന്തായിരിക്കും എന്നുള്ളത് കേട്ടോ. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു രോഗിക്ക് എന്താ പറയാ വേണ്ടി ശേഖരിക്കേണ്ട ഏറ്റവും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, അതാണ് ഡാറ്റാബേസ് കേട്ടോ. അതായത് അവരുടെ ബേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ എന്ന് ഓർത്താൽ മതി. ആ ഒരു രോഗിക്ക് ലഭ്യമാക്കേണ്ട ഏറ്റവും അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി ശേഖരിക്കേണ്ട ഏറ്റവും ആവശ്യമായിട്ടുള്ള വിവരങ്ങളാണ് ഡാറ്റാബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ഡാറ്റകളാണ് നമ്മൾ പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോക്കുക,
minimum set of data to be got on every patient that include എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്? ചീഫ് കംപ്ലൈന്റ്, present illness, patient profile, associated social data, past history, review of systems, physical examinations of defined content and baseline laboratory data. അതായത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ശേഖരിക്കേണ്ട ഏറ്റവും ആവശ്യമായിട്ടുള്ള വിവരങ്ങളാണ് കേട്ടോ. അത് തന്നെ അതിനകത്ത് കറക്റ്റ് ആണ് ഡാറ്റാസ് ഇൻഫർമേഷൻ അബൌട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ആ പേഷ്യന്റ് എന്ത് കംപ്ലൈന്റ് ആയിട്ട് എന്തൊക്കെ ഡാറ്റകളാണ് ഡാറ്റാബേസിനകത്ത് വേണ്ടത്? ചീഫ് കംപ്ലൈന്റ്, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു പ്രധാന പ്രശ്നമായിട്ടായിരിക്കുമല്ലോ ഒരു ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ ചീഫ് കംപ്ലൈന്റ് എന്താണ്? പ്രസന്റ് ഇൽനെസ്, നിലവിലുള്ളവരുടെ അസുഖം എന്താണ്? പേഷ്യന്റ് പ്രൊഫൈൽ അല്ലെ, പേഷ്യന്റ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അവരുടെ ബേസിക് ഡാറ്റയാണ് കേട്ടോ. ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ, അവരുടെ പേര്, അവരുടെ അഡ്രസ്, അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ആ ഒരു പേഷ്യന്റ് പ്രൊഫൈല്. പിന്നെ അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റ, അവരുടെ ആ ഒരു സോഷ്യൽ ഡാറ്റ, സാമൂഹികമായിട്ടുള്ള ഒരു പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള്. പിന്നെ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, ദാറ്റ് മീൻസ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി കേട്ടോ, അവരുടെ മുമ്പത്തെ ആരോഗ്യ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി നോക്കണം. പിന്നെ റിവ്യൂ ഓഫ് സിസ്റ്റംസ്, റിവ്യൂ ഓഫ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആ ഒരു പേഷ്യന്റിന്റെ എല്ലാ ബോഡി സിസ്റ്റംസ് ഉൾപ്പെടുന്ന അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. അതായത് നമ്മുടെ ബോഡി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടല്ലോ, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ശ്വസന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ അല്ലെ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, അങ്ങനെ എല്ലാ സിസ്റ്റംസും ഉണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് അല്ലെ. അങ്ങനെ ആ ഒരു ബോഡി സിസ്റ്റംസ് എല്ലാം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങള്, മറ്റുള്ള സിംറ്റംസുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഡിഫൈൻഡ് കണ്ടന്റ്, അവരുടെ ശാരീരിക പരിശോധനയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങള്. പിന്നെ ബേസ് ലൈൻ ലബോറട്ടറി ഡാറ്റ കേട്ടോ, അവരുടെ ലാബ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ശാരീരിക പരിശോധനകളുടെ വിവരങ്ങള്, പിന്നെ അവരുടെ ലാബ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ. ഇത്രയും അടങ്ങുന്ന ഇതെല്ലാം ഉൾപ്പെടുന്ന ഏറ്റവും എന്താ പറയാ കുറഞ്ഞ ഡാറ്റ ഓരോ രോഗിക്കും വേണ്ടിയിട്ട് അവിടെ ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഡാറ്റാബേസ്. ബേസ് ആയിട്ടുള്ള ഡാറ്റകളാണ് അല്ലെ. ചോദിക്കാൻ നിങ്ങളോട് ഡാറ്റാബേസിനകത്ത് എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്? ചീഫ് കംപ്ലൈന്റ്, പ്രസന്റ് ഇൽനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ പാർട്ട്, അപ്പൊ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു കേട്ടോ, ഡാറ്റാബേസ് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തത് പ്രോബ്ലം ലിസ്റ്റ്. പേരിൽ തന്നെ അറിയാം അല്ലെ. പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ രോഗിയുടെ എന്താ പറയാ എല്ലാ പ്രശ്നങ്ങളെയും സംബന്ധിക്കുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും. എല്ലാവിധ പ്രശ്നം എന്ന് എടുത്തു പറയാൻ കാര്യം എന്താണെന്നറിയോ? മെഡിക്കൽ പ്രശ്നങ്ങൾ മാത്രമല്ല, മെഡിക്കലും സർജിക്കലും അതുപോലെ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് സാമൂഹികമായിട്ട് നേരിടുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലെ. ഈ പറയുന്ന അവരുടെ എന്താ പറയാ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ അതുപോലെ ഡെമോഗ്രഫിക് പ്രോബ്ലംസ്, അവര് നിലനിൽക്കുന്ന ആ ഒരു പോപ്പുലേഷൻ, ആ ഒരു കമ്മ്യൂണിറ്റി സംബന്ധമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആ രീതിയിൽ ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങളും കേട്ടോ, എല്ലാവിധ പ്രശ്നങ്ങളുടെയും സമഗ്രമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് പ്രോബ്ലം ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ബാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഓൺ എ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ് കേട്ടോ. പ്രോബ്ലം ലിസ്റ്റ് എവിടെയാണ്? ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഓൺ എ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ് കേട്ടോ. ആ ഒരു റെക്കോർഡിന്റെ ഫ്രണ്ടിലായിട്ട് മുൻപിലായിട്ട് ഒരു ഫോമിലാണ് ഈ പറയുന്ന പ്രോബ്ലംസുകൾ എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ പ്രോബ്ലംസും ഓർക്കുക, മെഡിക്കൽ പ്രോബ്ലംസ് മാത്രമല്ല കേട്ടോ, ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസിനെയും പറ്റിയും അതിനകത്ത് എന്ത് ചെയ്തിരിക്കും? ലിസ്റ്റ് ചെയ്തിരിക്കും കേട്ടോ. അത് തന്നെ റെക്കോർഡിന്റെ മുൻഭാഗത്ത്. പിന്നെ രണ്ടാമത്തെ എന്താണ്? ആ ഫോമിലായിരിക്കും ഈ പ്രോബ്ലംസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പ്രോബ്ലംസ് ആർ എനിത്തിങ്. നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ്, പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡ് മാനേജ്മെന്റ് ഓർ ഡയഗ്നോസ്റ്റിക് വർക്ക് including medical, social, economic and demographic problems, past and present problems. നമ്മൾ പറഞ്ഞല്ലോ, പ്രോബ്ലം എന്ന് പറയുമ്പോൾ അത് എന്ത് വേണമെങ്കിലും ആവാം. അതായത് കൂടുതൽ ശ്രദ്ധ വേണ്ടതോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ആവശ്യമുള്ളതോ തുടരന്വേഷണം ആവശ്യമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളും അതിനകത്ത് രേഖപ്പെടുത്താം. ദാറ്റ് മീൻസ് മെഡിക്കൽ പ്രോബ്ലംസ് ആവാം, സോഷ്യൽ പ്രോബ്ലംസ് ആവാം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, എക്കണോമിക് പ്രോബ്ലംസ് ആവാം, ഡെമോഗ്രഫിക് പ്രോബ്ലംസ് അല്ലെ, അവരുടെ എന്താ പറയാ പോപ്പുലേഷൻ, അവരുടെ കമ്മ്യൂണിറ്റി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. പാസ്റ്റ് ആൻഡ് പ്രസന്റ് പ്രോബ്ലംസ്, കഴിഞ്ഞു പോയതും നിലവിലുള്ളതുമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും അതിനകത്ത് ലിസ്റ്റ് ചെയ്യും കേട്ടോ. മൂന്നാമത്തെ കാര്യം പറയുന്നത് ലിസ്റ്റ് മസ്റ്റ് അഫേം ദ പ്രോബ്ലംസ് അറ്റ് ദ ലെവൽ ഓഫ് ദ ഫിസിഷ്യൻസ് ആപ്രിഹെൻഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രോബ്ലം.
മനസ്സിലായോ എന്താ ഉദ്ദേശിക്കുന്നത്? ലിസ്റ്റ് മസ്റ്റ് അഫേം ദ പ്രോബ്ലംസ് അറ്റ് ദ ലെവൽ ഓഫ് ദ ഫിസിഷ്യൻസ് ആപ്രിഹെൻഷൻ ഓഫ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഇവിടെ അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഇവിടെ ധാരണ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ധാരണ എന്നുള്ള അർത്ഥമാണ്. ഭയം, ആശങ്ക അങ്ങനെയൊക്കെയുള്ള മീനിങ് ഉണ്ട് കേട്ടോ. അപ്രിഹെൻഷൻ പുതിയൊരു വാക്കാണ് പറഞ്ഞാണ് കേട്ടോ. അപ്രിഹെൻഷൻ, ആശങ്ക, മെയിൻ പ്രോബ്ലം. അതായത് നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം ലിസ്റ്റിനകത്ത് ഓരോ പ്രോബ്ലം, ഓക്കെ ശ്രദ്ധിക്കാട്ടോ, ഓരോ പ്രോബ്ലം എന്ത് ചെയ്തിരിക്കണം, ആ ഒരു ഫിസിഷ്യന്റെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷനിൽ ഓരോ പ്രോബ്ലമും അവിടെ എന്താണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഒന്നുകൂടെ പറയാണ്, അതായത് ഈ പ്രോബ്ലം ലിസ്റ്റിനകത്ത് ഓരോ പ്രോബ്ലത്തെ പറ്റിയുള്ള ആ ഒരു ഫിസിഷ്യന്റെ ധാരണ, ഓക്കെ, ആ ഒരു ഫിസിഷ്യന്റെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷനിലുള്ള കാര്യങ്ങള് അവിടെ ആ പ്രോബ്ലംസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇപ്പൊ ഒരു രോഗിയെ ഹോസ്പിറ്റലിലോട്ട് വരികയാണ്, ചെസ്റ്റ് പെയിൻ ആണ് പ്രോബ്ലം, ഓക്കെ, ചെസ്റ്റ് പെയിൻ ആണ് പ്രോബ്ലം. ആ ഒരു നമ്മുടെ രോഗത്തെ പറ്റി നമ്മൾ അസസ് ചെയ്യുന്നതും ഒരു ഡോക്ടർ അസസ് ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമൊക്കെ, എന്തെങ്കിലും ഡിഫറൻറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് നെഞ്ചുവേദന, പക്ഷെ ഡോക്ടർ അസസ് ചെയ്യുന്ന രീതി, അവരുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ വ്യത്യാസമുണ്ട്, നമ്മുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ വ്യത്യാസമുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ പ്രോബ്ലം ലിസ്റ്റ് ചെയ്യേണ്ടത് ഡോക്ടറുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവിടെ പ്രോബ്ലംസ് എന്ത് ചെയ്യേണ്ടത്, രേഖപ്പെടുത്തേണ്ടത്. ഇപ്പൊ ഒരാള് ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആയിട്ട് ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുന്നു. പക്ഷെ ഡോക്ടർ എങ്ങനെയായിരിക്കും അതിനെ അസസ് ചെയ്യുക? ഡോക്ടർ ചിലപ്പോൾ പറയുന്നത് അക്യൂട്ട് കൊറോണറി സിൻഡ്രം, അല്ലെങ്കിൽ എന്താ അൺസ്റ്റേബിൾ കാർഡിയക് ആൻജിന, അൺസ്റ്റേബിൾ ആൻജിന, ആ രീതിയിലായിരിക്കാം അവരെന്ത് ചെയ്യുന്നത്, അതിനെ ലിസ്റ്റ് ചെയ്യുന്നത്. ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞിട്ടല്ല അവർ ലിസ്റ്റ് ചെയ്യുക, അത് നമ്മുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ് ചെസ്റ്റ് പെയിൻ. പക്ഷെ ഡോക്ടർ എങ്ങനെയായിരിക്കും അത് അസസ് ചെയ്തിട്ട് ചിലപ്പോൾ അക്യൂട്ട് കൊറോണറി സിൻഡ്രം അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആൻജിന എന്നുള്ള രീതിയിലായിരിക്കും ആ പ്രോബ്ലത്തിന് ലിസ്റ്റ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞ ഒന്നുമില്ല, അവരുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ പ്രോബ്ലം ലിസ്റ്റിൽ ആ ഒരു പ്രോബ്ലം രേഖപ്പെടുത്തേണ്ടത്. കാരണം നമ്മുടെ ഡോക്ടേഴ്സ് പോലെ ചെസ്റ്റ് പെയിൻ ഒന്നും രേഖപ്പെടുത്തേണ്ടത്, അവരുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷനിൽ വേണം ഓരോ പ്രോബ്ലംസും പ്രോബ്ലം ലിസ്റ്റിനകത്ത് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതന്നെ അതന്നെ കറക്റ്റ് ആണ് സീജ. എന്നാലാണ് ആ പേഷ്യന്റിന് കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ അല്ലെ. വെറും ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അറിയില്ല. ചിലപ്പോൾ ഗ്യാസ് മൂലം വരുന്ന ചെസ്റ്റ് പെയിൻ ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറ്റാക്ക് മൂലമുള്ള ചെസ്റ്റ് പെയിൻ ആയിരിക്കാം, അല്ലെ, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അപ്പൊ അത് ഡോക്ടറുടെ ലെവലിൽ വേണം അത് ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട്. എന്നാലാണ് ആ ഒരു ഇഷ്യൂന്റെ കോംപ്ലക്സിറ്റി അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. List must affirm the problems at the level of the physician's apprehension of a particular problem. Okay, ആ രീതിയിൽ വേണം പ്രോബ്ലം ലിസ്റ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ? അടുത്തതാണ് പ്രോബ്ലം ലിസ്റ്റ് may contain a statement of an abnormal finding, physiologic detection or a specific diagnosis. ഒരു പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാണാം, എന്തൊക്കെ ഉണ്ടായിരിക്കാം? ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻ അബ്നോർമൽ ഫൈൻഡിങ്, അല്ലെ, അതായത് അബ്നോർമൽ ആയിട്ടുള്ള ചില ഫൈൻഡിങ്സിന്റെ വിശദാംശങ്ങൾ, അതുപോലെ ഫിസിയോളജിക്കൽ ഡിറ്റക്ഷൻ, ദാറ്റ് മീൻസ് ആ രോഗിയുടെ ശാരീരികമായിട്ട് നടത്തിയിട്ടുള്ള പല രോഗനിർണയങ്ങളും, പിന്നെ ചില സ്പെസിഫിക് ഡയഗ്നോസിസ്, അല്ലെ, രോഗത്തെ പറ്റിയുള്ള ചില പ്രത്യേക രോഗനിർണയത്തിന്റെയൊക്കെ വിശദാംശങ്ങൾ ഈ ഒരു പ്രോബ്ലം ലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്, അഡീഷൻസ് ആൻഡ് ചേഞ്ചസ് ആർ മെയ്ഡ് in the list since new problems are identified and active problems resolved. അല്ലെ, അത് മാത്രമല്ല ഈ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സ്ഥിരമായിട്ടുള്ള ഒരു ലിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ പല മാറ്റങ്ങൾ വരുത്തും, പല കൂട്ടിച്ചേർക്കലുകള്, പല മാറ്റങ്ങളെല്ലാം തന്നെ പ്രോബ്ലം ലിസ്റ്റിൽ വന്നുകൊണ്ടിരിക്കും. കാര്യം എന്താണ്, അതായത് ഇപ്പൊ ന്യൂ പ്രോബ്ലംസ്, പുതിയ പ്രോബ്ലംസുകൾ വരുന്ന സമയത്ത് നമ്മൾ അത് ആഡ് ചെയ്യും, അല്ലെ, പുതിയ പ്രോബ്ലം ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്യും. ഇനി നിലവിലുണ്ടായിരുന്ന പ്രോബ്ലം നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിച്ചു എന്നും പറഞ്ഞിട്ട് അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കും. അല്ലാതെ എപ്പോഴും പ്രോബ്ലം ലിസ്റ്റ് വെറുതെ എഴുതി വെക്കല്ല, അതിനകത്ത് പല കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും ഒക്കെ അതിന്റെ ഒപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് പറഞ്ഞത്, പുതിയ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ പ്രോബ്ലം ലിസ്റ്റിൽ പുതിയ പ്രോബ്ലം ആഡ് ചെയ്യണം. അപ്പൊ അഡിക്ഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ടാവല്ലോ, അത് ട്രീറ്റ്മെന്റിലൂടെ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ, റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അപ്പൊ അങ്ങനെ പല ചേഞ്ചസുകളും അഡീഷൻസുകളും
ഏതിനകത്ത് നടത്തുന്നുണ്ട്? പ്രോബ്ലം ലിസ്റ്റിനകത്ത് നടത്തുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് എന്താണ് പറയുന്നത്? പ്രോബ്ലംസ് ആർ മാർക്ക്ഡ് ഡ്രോപ്ഡ് ഓർ റിസോൾവ്ഡ്. അതായത് ഒഴിവാക്കിയിട്ടുള്ളത്, പരിഹരിച്ചിട്ടുള്ളതായ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായിട്ട് അതിൽ എന്ത് ചെയ്തിരിക്കണം? മാർക്ക് ചെയ്തിരിക്കണം കേട്ടോ, അടയാളപ്പെടുത്തിയിരിക്കണം. ഇത്രയും കാര്യമാണ് പ്രോബ്ലം ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ പ്രോബ്ലം ലിസ്റ്റ് റെക്കോർഡിന്റെ മുൻഭാഗത്ത് ഒരു ഫോമിലാണ് ഈ പറയുന്ന പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്യുന്നത്. പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള പ്രോബ്ലം ആയിരിക്കാം കേട്ടോ. മെഡിക്കൽ പ്രോബ്ലംസ്, സർജിക്കൽ പ്രോബ്ലംസ്, സോഷ്യൽ, അതുപോലെ എക്കണോമിക്, പാസ്റ്റ് ആൻഡ് പ്രസന്റ് പ്രോബ്ലംസ്, അങ്ങനെ എല്ലാം തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. പിന്നെ അവിടെ പ്രോബ്ലംസ് രേഖപ്പെടുത്തേണ്ടത് ഒരു ഡോക്ടറുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ചിട്ടാണ് അവിടെ പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ പ്രോബ്ലം ലിസ്റ്റിനകത്ത് പല അബ്നോർമൽ ഫൈൻഡിങ്സിന്റെയും മറ്റ് ചില പ്രത്യേക രോഗനിർണയങ്ങളുടെയൊക്കെ വിശദാംശങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ പ്രോബ്ലം ലിസ്റ്റില് ഈ പറയുന്ന കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. പിന്നെ റിസോൾവ് ചെയ്ത് പരിഹരിച്ചിട്ടുള്ളതും ഒഴിവാക്കിയതായിട്ടുള്ള പ്രോബ്ലംസുകളെല്ലാം തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് പ്രോബ്ലം ലിസ്റ്റ്. രണ്ടാമത്തെ പാർട്ടാണ് പറഞ്ഞത്. ഡാറ്റാബേസ് കഴിഞ്ഞു, പ്രോബ്ലം ലിസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? മൂന്നാമത്തെ ഭാഗം അതിനകത്ത് വരുന്നത് ഇനീഷ്യൽ പ്ലാൻസ് ആണ് അല്ലെ. അതായത് എന്താ ഇനീഷ്യൽ പ്ലാൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഡാറ്റ കൊടുത്തു, പ്രോബ്ലം മനസ്സിലാക്കി, പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ആ പ്രോബ്ലം പരിഹരിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കണം അല്ലേ ഇനി അടുത്ത സ്റ്റെപ്പ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനീഷ്യൽ പ്ലാൻസ്. ഓക്കെ, ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് വിൽ ബി ഡൺ ടു ലേൺ മോർ അബൌട്ട് ദ പേഷ്യന്റ് കണ്ടീഷൻ, ട്രീറ്റ് ദ കണ്ടീഷൻ ആൻഡ് ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ. അതായത് പ്ലാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? ആ ഒരു രോഗിയുടെ അവസ്ഥയെ കുറിച്ച് കൂടുതൽ അറിയാനും, അതുപോലെ ആ രോഗാവസ്ഥയെ ചികിത്സിക്കാനും, രോഗാവസ്ഥ അനുസരിച്ച് ആ പേഷ്യന്റിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള എല്ലാ വിവരങ്ങളും ഇനീഷ്യൽ പ്ലാൻസിനകത്ത് രേഖപ്പെടുത്തും. പ്ലാൻ ആണ് അവർക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കണം, അവരുടെ രോഗം എന്താണ്, ആ രോഗാവസ്ഥയെ എങ്ങനെ നേരിടണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനുകളും ഇതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഓക്കെ, പിന്നെന്താണ്? കണ്ടീഷൻ ഡൗട്ടഡ് ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. അതായത് നമുക്ക് തള്ളിക്കളയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള പ്രോബ്ലംസ്, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ ഇനീഷ്യൽ പ്ലാനിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. പ്ലാനാണ്, ഒരു കറക്റ്റ് പ്ലാനാണ് നമ്മൾ തയ്യാറാക്കുന്നത്, എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ ചില ട്രീറ്റ്മെന്റുകൾ എടുക്കുമ്പോൾ ചിലത് നമുക്ക് വേണ്ട, ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ് ഉണ്ടാവും. അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇനീഷ്യൽ പ്ലാനിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഇത് തള്ളിക്കളയേണ്ടതും സംശയിക്കപ്പെടുന്നതുമായ ചില അവസ്ഥകളൊക്കെ നമുക്കത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഇനീഷ്യൽ പ്ലാനിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ പറയുന്നത് സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഈച്ച് പ്രോബ്ലം ആർ കാറ്റഗറൈസ്ഡ് ഇൻടു മോർ ഇൻഫർമേഷൻ ഫോർ ഡയഗ്നോസിസ് മാനേജ്മെന്റ്. അതായത് വേറൊന്നുമില്ല, ഓരോ പ്രത്യേക പ്രശ്നം, ചില സ്പെസിഫിക് പ്രോബ്ലം ഉണ്ടാവുമല്ലോ, ഓരോരോ പ്രശ്നങ്ങൾക്കുള്ള ചില സ്പെസിഫിക് പ്ലാനുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കണം, അതിനായിട്ടൊരു സ്പെസിഫിക് പ്ലാൻ തയ്യാറാക്കേണ്ടി വരും അല്ല. അത്തരത്തിൽ ഓരോ പ്രശ്നത്തിനുമുള്ള സ്പെസിഫിക് പ്ലാനുകൾ, പ്രത്യേക പ്ലാനുകൾ ഈ പറയുന്ന ഇനീഷ്യൽ പ്ലാനിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. എത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ പറയുന്ന തെറാപ്പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് കോഴ്സ് കേട്ടോ. തെറാപ്പി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ്. അവർക്ക് കൊടുക്കുന്ന മരുന്നുകളുടെയും അതുപോലെ അവർക്ക് ചെയ്യുന്ന ചികിത്സാ നടപടിക്രമങ്ങളുടെയും ആ ഒരു ചികിത്സയിലൂടെ അവര് എന്താണ് ലക്ഷ്യമിടുന്നത് എന്നതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും സ്റ്റേറ്റ്മെന്റ്സുകളും ഈ ഒരു ഇനീഷ്യൽ പ്ലാനിനകത്ത് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല പേഷ്യന്റ് എഡ്യൂക്കേഷൻ അല്ലെ, പേഷ്യന്റിന് കൊടുക്കുന്ന ആ ഒരു ബോധവൽക്കരണം, അവരെ കൗൺസിൽ ചെയ്യണം അല്ലെ. ഈ ഒരു രോഗത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ രോഗിക്ക് എന്ത് വേണം, ആ ഒരു രോഗത്തിനെ പറ്റിയുള്ള നേച്ചർ രോഗിക്ക് അറിയാം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ, അവർക്ക് വേണ്ട എഡ്യൂക്കേഷനും അതിന്റെ ഭാഗമായിട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനീഷ്യൽ പ്ലാൻസിനകത്ത് ഉണ്ടായിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞ പ്ലാനാണ് അത്. അതായത് ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള പ്ലാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇനീഷ്യൽ പ്ലാൻസ് എന്താണെന്നുള്ളത്. ഇത് കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. ആ ഒരു പേഷ്യന്റ് രോഗാവസ്ഥയെ ചികിത്സിക്കാനുള്ള പ്ലാനുകളാണ് അവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് തള്ളിക്കളയേണ്ടതായിട്ടുള്ള സംശയിക്കപ്പെടുന്ന ചില കണ്ടീഷൻസ് അവിടെ നമ്മൾ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളുടെ എല്ലാ വിശദാംശങ്ങളും, രോഗിക്ക് കൊടുക്കുന്ന ആ ഒരു ബോധവൽക്കരണം അല്ലെ, അതിന്റെ ഡീറ്റെയിൽസും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. അപ്പൊ അതും കഴിഞ്ഞു ഇനീഷ്യൽ പ്ലാൻസ്. ലാസ്റ്റ് എന്താണെന്ന് അറിയോ? പ്രോഗ്രസ് നോട്ട്സ് ആണ്. ഇതെല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കുറച്ച് ഭാഗമുണ്ട്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. പ്രോഗ്രസ് നോട്ട്സ് കേൾക്കുക. പ്രോഗ്രസ് നോട്ട്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അല്ലെ, നമ്മൾ ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്ത് പഠിച്ചിരുന്നു അല്ലെ പ്രോഗ്രസ് നോട്ട്.
ഇതിനകത്തുണ്ട് ഇറ്റ് ഈസ് ദ ഫോളോ ഫോർ ഈച്ച് പ്രോബ്ലം അല്ലെ. അതായത് ഓരോ പ്രോബ്ലത്തിനുള്ള ഒരു ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പരിചരണം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് നടത്തുന്ന അസസ്മെന്റ്സും കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഒരു അവരുടെ പ്രശ്നത്തിനെ മനസ്സിലാക്കിയിട്ട് അപ്പൊ ആ ഒരു ഫോളോ അപ്പ് ആണ് ഇവിടെ പ്രോഗ്രസ് നോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് ഇത് ശ്രദ്ധിക്കണം, ഈച്ച് നോട്ട് ഈസ് പ്രൊസീഡഡ് ബൈ the number and title of the active problem and contains any of SOAP. SOAP SOAP SOAP. അതായത് അതൊരു ഫോർമാറ്റ് ആണ് കേട്ടോ. SOAP SOAP എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റ് ആണ്. അതായത് നമ്മൾ ഈ പ്രോഗ്രസ് നോട്ട് ഉണ്ടല്ലോ, ഈ പ്രോഗ്രസ് നോട്ടിന് മുമ്പായിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിനെ പറ്റിയുള്ള ഒരു ടൈറ്റില്, ആ പ്രോബ്ലത്തിന് എന്താണ് പ്രോബ്ലം എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് അതിന്റെ ഒരു ടൈറ്റിലും അതിന്റെ ഒരു നമ്പറും എന്ത് ചെയ്തിരിക്കും, സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോകോൾ. സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോകോൾ. ഓക്കെ, ഇവിടെ അത് വേറെയാണ് കേട്ടോ. എസ് എന്താണ് ഒ എന്താണെന്ന് നമുക്ക് പറയാതെ അതെ പ്രോബ്ലം നമ്പറും പ്രോബ്ലത്തിന്റെ ടൈറ്റിലും അതിന്റെ ആ നോട്ടിന്റെ മുകളിലായിട്ട് ഉണ്ടായിരിക്കും. അതൊരു SOAP സോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിലാണ് നമ്മളത് രേഖപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ എന്താണ് സോപ്പ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. The process of proceeding a note by any or all of the following elements. ഇതൊക്കെയാണ് എലിമെന്റ്സ് കേട്ടോ. അതായത് നമ്മളൊരു പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ഒന്നില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ എലിമെന്റ്സും ആ ഒരു രീതിയിൽ നമ്മൾ എഴുതുന്ന ആ ഒരു പ്രക്രിയ, ആ എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ഫോർമാറ്റ് പറഞ്ഞു, ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് നമ്മൾ അതിന് രേഖപ്പെടുത്തുക. ആ ഒരു ഫോർമാറ്റിനെയാണ് ഇവിടെ SOAP എന്ന് പറയുന്നത്. എസ് എന്ന് പറഞ്ഞാൽ എസ് സ്റ്റാൻഡ്സ് ഫോർ സബ്ജക്റ്റീവ്. എസ് സ്റ്റാൻഡ്സ് ഫോർ സബ്ജക്റ്റീവ് ആണ് കേട്ടോ. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സിംറ്റോമാറ്റിക്. സിംറ്റോമാറ്റിക് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ പേഷ്യന്റിന്റെ രോഗലക്ഷണങ്ങള്, അവരുടെ മെയിൻ പ്രോബ്ലംസുകള്, അവരുടെ കൺസേൺസ്, അവരുടെ ആശങ്കകളൊക്കെയാണ് സബ്ജക്റ്റീവ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ആദ്യം രേഖപ്പെടുത്തുന്നു. പിന്നെ O എന്ന് പറഞ്ഞ O ഫോർ ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ആയിട്ടുള്ളത്, ഒബ്സർവബിൾ ആയിട്ടുള്ള വിവരങ്ങൾ. ദാറ്റ് മീൻസ് ഇപ്പൊ വൈറ്റൽ സയൻസ്, അപ്പൊ നമ്മള് പ്രഷർ നോക്കുക, ടെമ്പറേച്ചർ നോക്കുക, പിന്നെ ഈ പറയുന്ന ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക, പിന്നെ ലാബ് റിസൾട്ട്, അതൊക്കെ നമ്മൾക്ക് എന്താണ് മെഷറബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അല്ലെ. ലാബ് റിസൾട്ടുകള്, ഫിസിക്കൽ എക്സാമിനേഷൻസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളാണ് അവിടെ രേഖപ്പെടുത്തുക. അതാണ് ഒബ്ജക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് തന്നെ BP ഒക്കെ അതിനകത്ത് വരും കേട്ടോ, വൈറ്റൽ സയൻസ് ഒക്കെ അതിനകത്ത് വരും. പിന്നെ പറയുന്നത് അസസ്മെന്റ് ആണ്. A4 എന്താണ്? A4 അസസ്മെന്റ്. അസസ്മെന്റ് എന്ന് വെച്ചാൽ വിലയിരുത്തലാണ്. ദാറ്റ് മീൻസ് ഇന്റർപ്രിട്ടേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ. ആ രോഗിയുടെ അവസ്ഥയെ പറ്റിയുള്ള ആ ഒരു ഫിസിഷ്യന്റെ ആ ഒരു അസസ്മെന്റ് അല്ലെ, ആൾക്ക് കിട്ടുന്ന ആ ഒരു രോഗിയെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ, അതാണ് അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. P എന്ന് പറഞ്ഞാൽ പ്ലാൻ ആണ് കേട്ടോ. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ആണ്. പ്ലാൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആവാം, അവരുടെ ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സും അതൊക്കെ അതിനകത്ത് വരും കേട്ടോ. പ്ലാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഓക്കെ, കാര്യങ്ങളെ രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ അറിഞ്ഞു വെക്കണം, സോപ്പില് S എന്ന് പറഞ്ഞ സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, സബ്ജക്റ്റീവ് ആണ്. സിംറ്റമാറ്റിക് എന്ന് പറയും. O ഫോർ ഒബ്ജക്റ്റീവ് ആണ്, അത് മെഷറബിൾ ഒബ്സർവബിൾ ആണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ വൈറ്റൽ സയൻസും ലാബ് റിസൾട്ടുകളും ഫിസിക്കൽ എക്സാമിനേഷനും ഒക്കെ അതിനകത്ത് വരും. അങ്ങനെയുള്ള വിവരങ്ങൾ. A ഫോർ അസസ്മെന്റ് ആണ്, അതായത് ആ രോഗിയുടെ അവസ്ഥയെ പറ്റിയുള്ള ഡോക്ടറുടെ അസസ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. P ഫോർ പ്ലാൻ ആണ്, എങ്ങനെയാണ് അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുകൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള വിവരങ്ങളാണ് പ്ലാനിനകത്ത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെ പറയുന്നത് റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട്സ്. അതെ കറക്റ്റ് ആണ് കേട്ടോ. സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് പ്ലാൻ കേട്ടോ. അത് ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. S സ്റ്റാൻഡ്സ് ഫോർ, O സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ ചോദിച്ചാൽ അറിയണം നിങ്ങൾക്ക്. The writing of progress note is important. The writing of progress notes in the POMR format is often referred to as the SOAP. അതായത് നമ്മളിപ്പോ പഠിക്കുന്നത് POMR ഫോർമാറ്റ് ആണല്ലോ. ഈ POMR ഫോർമാറ്റിൽ ഈ പ്രോഗ്രസ് നോട്ട്സ് എഴുതുന്ന ആ രീതി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സോപ്പിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. സോപ്പിംഗ് ഫോർമാറ്റിലാണ് നമ്മൾ ഈ എന്താണ് പ്രോഗ്രസ് നോട്ട്സുകൾ തയ്യാറാക്കുന്നത്. ഇതിനകത്ത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിനകത്ത് പ്രോഗ്രസ് നോട്ട്സുകൾ നമ്മൾ ആ തയ്യാറാക്കുന്നത് സോപ്പിംഗ് രീതിയിലാണ് കേട്ടോ. ആ തയ്യാറാക്കുന്നതിന് ആ പറയുന്നത് സോപ്പിംഗ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓവർവ്യൂ അല്ലെ, ഓവർവ്യൂ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ട് ഔട്ട് എടുക്കാം, ചിലപ്പോൾ ഞാനും മിനിറ്റ്സും കൂടിയിട്ടായിരിക്കും എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ തുടങ്ങി വെക്കാം കേട്ടോ, വെള്ളിയാഴ്ച. ഓക്കെ, പിന്നെന്താണ്
അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾ ഇതെല്ലാം വായിച്ചു നോക്കണം കേട്ടോ. കൃത്യമായിട്ട് വായിച്ചു നോക്കണം, പഠിക്കണം കേട്ടോ. ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഓക്കെ ആണല്ലോ. ശരി, ഓക്കെ, താങ്ക് യു.